നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു ഗീ കേക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പോളം മൈദ മാവ് എടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തെടുക്കാം. ഒരു 3-4 തവണ ഒന്ന് അരിച്ചൊന്നും മാറ്റി വെക്കണേ. ഇനി നമുക്കൊരു ബൗളെടുത്തിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് നല്ലോണം തിളപ്പിച്ച പാലാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളെടുക്കാം. ഇതിലേക്കൊരു 3 മുട്ട ഒന്ന് പൊട്ടിച്ചിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ചെറുതായിട്ടൊന്ന് മുട്ട ഒന്ന് ബീറ്റ് ചെയ്യണം. ജസ്റ്റ് ആ ഒരു ബബിൾസ് ഒക്കെ ഒന്ന് വന്ന് തുടങ്ങുന്ന സമയത്ത് ഇതിലേക്കൊരു 1/8 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഒരു 1/2 കപ്പ് പഞ്ചസാര കുറച്ചായിട്ട് ചേർത്ത് നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണേ. അപ്പോൾ നന്നായിട്ട് ആ ഒരു മുട്ടയുടെ ആ ഒരു മഞ്ഞ കളറൊക്കെ മാറിയിട്ട് നല്ലൊരു ഇതുപോലൊരു കളറായി വരും. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് അടിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് 3 പ്രാവശ്യമായിട്ട് ചേർത്തെടുക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ആ ഒരു പാലും നെയ്യും കൂടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ നമ്മളതെല്ലാം ഒന്ന് ചേർത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം വാനില എസൻസും പിന്നെ ഒരു 1/4 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും കൂടെ ചേർത്തെടുക്കാം. നല്ല ഫ്ലേവർ ഇട്ടും കേട്ടോ കേൾക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഒരു പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുത്തത്. ഇതിലെല്ലാം കൂടെ ഒന്ന് സ്പാച്ചിലുകൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 9 ഇഞ്ചിൻ്റെ ഒരു ബേക്കിംഗ് ട്രേ ആണ് കേട്ടോ. അതിലേക്ക് ഞാൻ ഒരു ബട്ടർ ഷീറ്റൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു ബാറ്റർ ഒഴിച്ച് 3-4 തവണ ഒന്ന് ടാപ്പ് ചെയ്ത് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ വെച്ചിട്ട് 180 ഡിഗ്രി തന്നെ 30 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള കേക്കാണ്. ഒരു ചൂടോട് കൂടി തന്നെ നമുക്ക് മുകളിൽ കുറച്ചിങ്ങനെ നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം കട്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ.